iOS 26.1 റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം മാറ്റങ്ങളും ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് 1 വീക്കിനുള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ്, ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത്, ഡിവൈസിൻ്റെ തെർമൽ ആക്ടിവിറ്റി എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങളും നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് നോക്കാം. സോ ഇതേപോലെ iOSൻ്റെയും ആപ്പിളിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഫോൺ ആപ്പിൽ വന്ന ചേഞ്ച് നമുക്ക് നോക്കാം. iOS 26.1 വന്നപ്പോൾ നമ്മുടെ ഡയലർ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്തു. ഈ പറഞ്ഞ ഓരോ ഡയലിലും ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേഷന് ശേഷം എനിക്ക് ഇമ്പ്രൂവ്ഡ് ആയ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ടെക്സ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ള ഓപ്ഷനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു കാര്യം ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് എല്ലാ ടെക്സ്റ്റുകളും അതോടൊപ്പം നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഗ്ലാസിൽ ടിൻറ്റഡ് ആണ്. ടിൻറ്റഡ് ഓപ്ഷൻ ആണെങ്കിൽ മാത്രമാണ് എല്ലാ ടെക്സ്റ്റും നമ്മുടെ വാൾപേപ്പർ ഏത് മോഡിലാണെങ്കിലും കറക്റ്റായിട്ട് വായിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്ലിയറിലേക്ക് ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ടെക്സ്റ്റുകളും ബാക്കിയാണെന്നും വായിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടിൻറ്റഡ് എന്ന ഓപ്ഷനാണ്. അടുത്തത് എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ആയിട്ടാണ് iOS 26.1 എൻ്റെ iPhone 17 ഫീൽ ചെയ്യുന്നത്. യാതൊരു രീതിയിലുള്ള ലാഗോ ക്ലട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കളിക്കുന്ന ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് ആണെങ്കിൽ പോലും സ്മൂത്തായിട്ട് എനിക്ക് റൺ ചെയ്യുന്നുണ്ട്. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ കളിച്ച് നോക്കി, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗെയിമിങ് എനിക്ക് iPhone 17 വർക്കാവുന്നുണ്ട്. ഇനി അടുത്തതാണ് തെർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗെയിം കളിക്കുന്ന സമയത്ത് ചൂടാവുന്നത് നോർമലാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ റെഗുലർ യൂസ് യൂട്യൂബ് നോക്കുക, നമ്മുടെ ഫോട്ടോസ് നോക്കുക, എന്തെങ്കിലും ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുക എന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഡിവൈസ് ചൂടാകുന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല. കാരണം യൂഷ്വൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അൺവാണ്ടഡ് ആയിട്ടുള്ള ചൂട് വരുന്നുണ്ടെങ്കിൽ അത് ഒരു ബഗ്ഗായിരിക്കാം, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കാം. 2-3 ദിവസം കഴിഞ്ഞിട്ടും സെയിം സിറ്റുവേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് എത്രയും വേഗം ഒരു സർവീസ് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക. അതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബാറ്ററി എന്ന് പറയുന്നത്. എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ലൈഫ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിലാണ്. ഞാൻ നേരെ സെറ്റിങ്സ് എടുക്കാം. നമ്മുടെ ബാറ്ററി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഫുൾ ചാർട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നത്. യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നതിന് കൂടുതൽ ഇപ്പോൾ iOS 26 അല്ലെങ്കിൽ iOS 26.1 യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 100% ആണ്. പക്ഷേ സൈക്കിൾ കൗണ്ട് 53 നേരത്തെ റിലീസായ iOS 26.0.1 എന്ന അപ്ഡേഷൻ ഉണ്ടായ ബഗ് കാരണമാണ് എൻ്റെ ഡിവൈസിൽ ഇത്രയും ക്രമാതീതമായിട്ടുള്ള ബാറ്ററി സൈക്കിൾ കൗണ്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് ബാറ്ററി സൈക്കിൾ കൗണ്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതേപോലെ നിങ്ങളുടെ ഡിവൈസിലും ബാറ്ററി സൈക്കിൾ ക്രമാതീതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വില്ലനായിട്ട് വരാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ബഗ് തന്നെയാണ്. ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയതും അതോടൊപ്പം സ്റ്റേബിൾ ആയതും ബാറ്ററി ഹെൽത്തും അതിൻ്റെ സൈക്കിൾ ട്രാക്കിങ്ങുമാണ്. കറക്റ്റായിട്ട് എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സൈക്കിൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നല്ല രീതിക്കുള്ള ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3 ഫീൽഡ്, അതായത് ബാറ്ററി, തെർമൽ ആക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത ശേഷം ഒരു വട്ടം എൻ്റെ ഡിസ്പ്ലേയിൽ ഒരു കളർ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഈ ഒരു സഫാരിയുടെ ഐക്കണിൽ ഒരു ഗ്ലിച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കറക്റ്റ് നമ്മുടെ ഡിസ്പ്ലേക്ക് അടിച്ചു പോകുമ്പോൾ കാണാൻ ചെറിയൊരു ഗ്ലിച്ച് ലൈൻ ഇല്ലേ, ആ ഒരു സെയിം ഗ്ലിച്ച് ലൈൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു. ആ ഒരു കാര്യം എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്താലോ അല്ലെങ്കിൽ ആ ഒരു സ്പോണ്ടേനിയസ് ടൈമിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനോ പറ്റിയില്ല. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പറയുന്ന ആപ്പിൻ്റെ ഐക്കണിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ചെറിയ ആ ഒരു ഗ്ലിച്ച് ഐക്കൺ അല്ലെങ്കിൽ ആ ഗ്ലിച്ച് വര എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു ബഗ്ഗോ കാരണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്
ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അടുത്തത് ഈ ഒരു ഡിവൈസിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് കുറേയധികം കൂട്ടുകാർക്ക് എപ്പോഴും പ്രശ്നം വരുന്നത് അവരുടെ ഡിവൈസിൻ്റെ അൺവാണ്ടഡ് സ്റ്റോറേജ് ടേക്കിങ്ങിലാണ്. നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ജനറലിൽ ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് 86.1 GB ആണ് ബാക്കിയുള്ളത്. യൂഷ്വലി ചിലവർക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡാറ്റ വല്ലാണ്ട് കുറഞ്ഞു പോകാറുണ്ട്. ചിലവർക്ക് ഈ ഒരു ഡാറ്റ അത്യാവശ്യം സ്പേസ് തരാറുമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഈ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേയധികം ഡാറ്റാസ് എൻ്റെ ഡിവൈസിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും iOS 13 GB സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത് 25 GB വന്നിരിക്കുന്നത്. സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത് എൻ്റെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ഡാറ്റാസാണ്. സേ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു, ആ ഒരു ഗെയിമിൽ കളിക്കുന്ന ഇപ്പോൾ BGMIയോ അങ്ങനെ ഏതെങ്കിലും ഗെയിംസ് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ അധികം കുറേയധികം ക്യാഷുകളും ബാക്കി കുറേയധികം പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം ഡാറ്റാസും നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ആവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ആവുമ്പോഴാണ് സിസ്റ്റം ഡാറ്റ അതെ ഇപ്പോൾ 24 GB 22 GB മാറിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കടന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് യൂഷ്വലി അങ്ങനെ തന്നെയാണ്. ആ ഒരു കാര്യം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഒന്ന് ഫോർമാറ്റൊക്കെ ചെയ്ത് കറക്റ്റ് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നെങ്കിൽ കുറേയധികം പണിയുണ്ട്. അടുത്തത് ഈ ഒരു ഡിവൈസിൻ്റെ ഈ കാണുന്ന റെക്കമെൻഡേഷൻ ഐക്കൺ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൈസ് പോകുന്നത് വീഡിയോസിനും ഫോട്ടോസിനുമാണ്. അങ്ങനെ നിങ്ങൾക്ക് അൺവാണ്ടഡ് ഫോട്ടോസും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ ചെയ്ത് കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് നിങ്ങളുടെ ഫോണിലും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിവൈസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വാൾപേപ്പറിൻ്റെ ഇതേപോലുള്ള സ്റ്റണ്ണിങ് വാൾപേപ്പേഴ്സ് കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഓരോ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ തൊട്ട് താഴെ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി പേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ ഇതേപോലെ അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ടെലിഗ്രാമിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് ജെബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.